ഹലോ ഹായ് നമസ്കാരം. ദിലീപ് നായകനായ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ കണ്ടു. ബിൻഡോ സ്റ്റീഫനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു ഗംഭീര പടം എന്ന് പറയാൻ പറ്റില്ല, ഒട്ടും മോശം പടം എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ ഇടക്ക് നിൽക്കുന്ന ഒരു ഫിലിമാണ്. അപ്പൊ ഈ സിനിമ ശരിക്കും ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കണക്ട് ആവും. കാരണം ഫാമിലിയിൽ ഈ സോഷ്യൽ മീഡിയ വ്ളോഗേഴ്സിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അവർക്ക് മനസ്സിലാവും ഈ സിനിമ. അവർക്ക് ഒരുപാട് കണക്ട് ആവുന്ന ടൈപ്പിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അത് ആ ഒരു തീമാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ ഇതില് എടുത്തു പറയേണ്ടത് ദിലീപിന്റെ പെർഫോമൻസ് ആണ്. ദിലീപ് ആസ് യൂഷ്വൽ കോമഡി സീനുകളിലും ഇമോഷണൽ സീനുകളിലൊക്കെ അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതില് ചിഞ്ചു എന്ന ക്യാരക്ടർ, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ക്യാരക്ടർ ചെയ്ത പുള്ളിക്കാരത്തിയാണ്. പുള്ളിക്കാരത്തി ശരിക്കും സ്ക്രീനിൽ നമ്മളെ വെറുപ്പിച്ചെന്ന് പറയാം. അപ്പൊ അത്രയും നന്നായിട്ട് തന്നെ പുള്ളിക്കാരത്തി അത് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഷാരിസ് മുഹമ്മദ് ആണ് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. പുള്ളി കുറച്ച് സോഷ്യൽ കാര്യങ്ങൾ പുള്ളിയുടെ എല്ലാ സിനിമയിലും പുള്ളി അത് പറയാൻ ഉദ്ദേശിക്കും. ഫസ്റ്റ് ഫിലിമായ ക്യൂൻ, പിന്നെ ജനഗണമന, അതിലൊക്കെ നല്ല ഓർഗാനിക് ആയിട്ടാണ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് വന്ന മറ്റേ നിവിൻ പോളിയുടെ ഫിലിമിലും ഈ ഫിലിമിലൊക്കെ എന്തോ ഒരു ഫോഴ്സ്ഡ് ആയിട്ട് പറയുന്ന പോലെയാണ് വന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ സീനുകൾ കുത്തി കയറ്റിയ പോലെ അങ്ങനെയൊക്കെ അനുഭവപ്പെട്ടു കുറെ സ്ഥലത്ത്. അപ്പൊ സെക്കൻഡ് ഹാഫ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടിയൊക്കെ ഒന്ന് ബെറ്റർ ആക്കി ഒന്ന് ക്ലിയർ ആക്കി എടുക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ നിങ്ങളൊരു ദിലീപ് ഫാനാണ്, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പൊ നമ്മൾ ആ അങ്ങനത്തെ സോഷ്യൽ മീഡിയ വ്ളോഗേഴ്സിനെ ഫോളോ ചെയ്യാത്ത, ഡെയിലി വ്ളോഗ്സ് ഒന്നും കാണാത്തവർക്ക് അധികം കണക്ട് ആവാൻ സാധ്യതയില്ല സിനിമ. അങ്ങനെ ഒരു ഫിലിമാണ്. അപ്പോൾ ആകമൊത്തത്തിൽ പറയുകയാണെങ്കിൽ പ്രിൻസ് ആൻഡ് ഫാമിലി ഒരു വൺ ടൈം വാച്ചപ്പ് മൂവി ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.